ഇപ്പോൾ ലോകത്ത് മതനിയമങ്ങൾ നിലനിൽക്കുന്ന പല രാജ്യങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വെളിച്ചം വീശുന്ന ചിന്തകളിലേക്ക് പോകണം. സൗദി അറേബ്യ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സൽമാൻ രാജകുമാരൻ 2017 ശേഷം നടത്തിയ അവിടുത്തെ പുരോഗമനപരമായ എത്രയോ തീരുമാനങ്ങൾ നമുക്കറിയാം. 2018 ലൈസൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 2019 വിസ എടുത്ത് 21 വയസ്സ് പൂർത്തിയായ ഒരു വനിതയ്ക്ക് ഒരു പുരുഷന്റെ ഒപ്പമല്ല, ഒരു പുരുഷനായ രക്ഷകർത്താവിന്റെ സാന്നിധ്യമോ സഹായമോ ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ അനുവാദമുണ്ട്. അതേപോലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അടക്കം ഒരു പുരുഷന്റെ സാക്ഷ്യപ്പെടുത്തൽ ഇല്ലാതെ അവിടെ ചികിത്സയ്ക്ക് സൗകര്യമുണ്ട്. അങ്ങനെ വിഷൻ 2030 എന്ന് പറയുന്ന സ്ത്രീകളുടെ അടക്കം തുല്യതയിലേക്ക് ഒരു പരിധിവരെയെങ്കിലും കൊണ്ടുവരാൻ സൗദി അറേബ്യ പോലും ഒരു രാജ്യം പോലും തീരുമാനിക്കുകയും അവിടെ ജെൻഡർ ഇക്വാളിറ്റി റേറ്റിൽ 146 നിന്ന് 126 വളരെ വേഗം വരികയും ചെയ്ത കാലത്താണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, കേരളം പോലെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത്തരം തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുന്ന എന്നുള്ള ഒരു മിനിമം ബോധ്യമെങ്കിലും ഉണ്ടാവണ്ടേ? ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചല്ലോ. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ, മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ്. അത് മതശാസന അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്റെ യുക്തിയാണ് ചോദിച്ചത്. പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും, പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ? പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഓരോ വ്യക്തിക്ക് മൗലിക അവകാശം നൽകുന്നുണ്ട്. വസ്ത്രധാരണവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയില്ല. ആഹ്വാനം നടത്താം എന്ന് മാത്രമേ യുക്തി മനസ്സിലാകാത്തതുകൊണ്ടാണ് ശ്രീ ഹാഷിർ അലി ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് പരശുറാം എക്സ്പ്രസിൽ ഒന്ന് കയറി നമ്മള് കോട്ടയം വരെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഈ നിബന്ധനകളൊക്കെ ആരോട് പറയാനാണ്? പ്രാണവായു കിട്ടാതാണ് 300-400 പേര് 60 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പൊ മനുഷ്യൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ തിട്ടൂരമൊക്കെ ഇറക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതല്ല, ഞങ്ങൾ മക്കയിൽ ഞാൻ ഹജ്ജിന് പോയതാണ്. ഹജ്ജിന് പോയ ബസ്സിലൊക്കെ ആണും പെണ്ണും ഒരുമിച്ച് ഞാൻ നിന്ന്. ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്താന്ന്. അതിന്റെ ഫത്വ എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ എന്റെ മകള് സൗദി അറേബ്യയിലാണ്. അവള് കാറിന് ലൈസൻസ് എടുക്കുന്നു, അവള് കാർ ഓട്ടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ കാലം മാറുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ സുപ്രീം ഈ രാജ്യത്തെ ഭരണഘടനയാണ്. ഇതൊരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്. അവിടെ ഭരണഘടനയാണ് സുപ്രീം. ആ ഭരണഘടന ഒരു മനുഷ്യന് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ എല്ലാവർക്കും ബാധകമാണ്.